പതിറ്റാണ്ടുകളായി ചുവപ്പ് നാടയിൽ കുരുങ്ങി അങ്കമാലി ശബരിപാതയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു വരുന്നു. പാതി വഴി ഉപേക്ഷിച്ച പദ്ധതി വീണ്ടും തുടങ്ങുന്നു എന്ന സന്തോഷകരമായ വാർത്തയുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അങ്കമാലി ശബരിപാത പദ്ധതി വീണ്ടും ജീവൻ വെച്ചതോടെ ശാപമോക്ഷത്തിൽ നിന്ന് തയ്യാറെടുക്കുകയാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ. തുടങ്ങാത്ത പദ്ധതിയുടെ സ്മാരകമായി 14 വർഷമായി സ്റ്റേഷൻ നിർമ്മിച്ചിട്ട് ഇന്ന് ചൂളം വിളി കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് നാടും നാട്ടുകാരും. പല വർഷങ്ങളായി ഈ പാത ഈ രീതി കിടക്കുന്നു. ഞങ്ങളുടെ അങ്ങോട്ട് ഒരു വണ്ടി വരാൻ സാധ്യതയില്ല. മനസ്സിലാക്കണം, ഒരു 9:30 മുകളിലേക്ക് ഒരു ട്രാവൽ വരെ അങ്ങോട്ട് വരില്ല. അപ്പം ഞങ്ങൾ ഒറ്റപ്പെട്ട ജീവിതമാണ് ഞങ്ങളുടെ ആ ഭാഗത്ത്. ഒന്ന് വന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിൽ ഒരു മാറ്റം കിട്ടുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ഒരു ആശ്വാസം. വരാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ട്രെയിനൊക്കെ വരുമ്പോൾ ആൾക്കാരുണ്ടാവുമല്ലോ, യാത്രക്കാരും കാര്യങ്ങളൊക്കെ വരുമല്ലോ, കുഴപ്പമില്ല. ഇതിങ്ങനെ വെറുതെ കിടന്നിട്ട് കാര്യമില്ല. പദ്ധതിക്കായി പണികഴിപ്പിച്ച ഈ സ്റ്റേഷൻ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. അങ്കമാലി ശബരിപാതയ്ക്ക് പച്ചവെളിച്ചം തെളിഞ്ഞതോടെ ഈ അവസ്ഥയ്ക്ക് കൂടി മാറ്റമുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. ഇവിടെ ആൾ സഞ്ചാരമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പല ആൾക്കാരും, അറിയാത്ത ആൾക്കാരും, വ്യക്തികളും, പിള്ളേരുകൾ, എല്ലാ ആൾക്കാരും ഇവിടെ വന്നിങ്ങനെ പോകുന്നുണ്ട്. ഇതൊരു 10-12 വർഷമായി ഇതിങ്ങനെ പണിതിട്ടേക്കണോ, വെറുതെ കിടക്കാണല്ലോ. ഇപ്പോൾ ഇവിടെ വേറെ പണികളൊന്നും നടക്കുന്നില്ല. ശബരി റെയിൽ പാതയ്ക്കായി ആദ്യം പണി ആരംഭിച്ചത് കാലടി പാതയാണ്. ഭൂമി ഏറ്റെടുത്ത 8 കിലോമീറ്റർ ദൂരത്തിലാണ് അങ്കമാലിയിൽ നിന്നുള്ള റെയിൽവേ ട്രാക്കുകൾ പണി കഴിപ്പിച്ചത്. അന്ന് പെരിയാറിന് കുറുകെ പാലം നിർമ്മിച്ച പാതയുടെ പ്രവർത്തനം ഇവിടെ അവസാനിച്ചു. കാട് കയറിയ ട്രാക്ക് ഇന്നിനി പുതിയ ട്രാക്കിലാകാൻ പോവുകയാണ്. കേരളത്തിന്റെ ദീർഘനാളത്തെ സ്വപ്നം. തീർത്ഥാടന കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിലേക്കുള്ള യാത്രയ്ക്ക് പദ്ധതി ഫലപ്രദമാകും. ഒപ്പം മലയോര മേഖലയിലേക്ക് വികസനത്തിന്റെ വെളിച്ചമെത്തും. കാലടിയിൽ നിന്ന് VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.